കിഫ്ബിക്ക് വരുമാനം കണ്ടെത്താൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ടോൾ പിരിക്കുമെന്ന് നേരിട്ട് പറയാനുള്ള പേടിയായിരിക്കാം ഈ ആവിഷ്കാരത്തിന് പിന്നിൽ. വരാനിരിക്കുന്ന പദ്ധതികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. 50% അധിക ഭൂനികുതി ഉൾപ്പെടെ വർദ്ധിപ്പിച്ചതിന്റെ പിരിവ് ജനം ഉടനെ കൊടുത്തു തുടങ്ങണം. ജീവനക്കാരുടെ ക്ഷാമബദ്ധ കുടിശ്ശികയുടെ 2 ഗഡു അനുവദിക്കുന്നതോടെ ശമ്പളം വർദ്ധിക്കും. പെൻഷൻ കുടിശ്ശികയുടെ അവസാന ഗഡുവും ഉടനെ കൊടുക്കും. അതിന് മാത്രം 2500 കോടിയുടെ അധിക ബാധ്യതയുണ്ട്. എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നികുതി വർദ്ധിപ്പിച്ചു. കോടതി ഫീസുകൾ പരിഷ്കരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം വർദ്ധിപ്പിക്കുമെന്നേ ഉള്ളൂ. ബാക്കി വികസന പ്രഖ്യാപനങ്ങളെ ബജറ്റായി കാണണോ അതോ ആഗ്രഹങ്ങളുടെ പട്ടികയെ കാണണോ എന്നത് താമസിയാതെ മനസ്സിലാകും. മുൻ ബജറ്റുകളുടെ അനുഭവം അങ്ങനെയാണ്. നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ കുതിപ്പ് നൽകുന്ന ക്രിയാത്മക ഇടപെടലാണ് പൊതുബജറ്റ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നവകേരള സദസ്സിന്റെ പദ്ധതി പൂർത്തീകരണത്തിനായി 500 കോടി കൂടി അനുവദിച്ചിട്ടുമുണ്ട്. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കെ നവകേരള സദസ്സും അതിനിടെ നടത്തിയ രക്ഷാപ്രവർത്തനമൊക്കെ ഓർമ്മിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സംസ്ഥാനത്തെ തകർക്കുന്ന വിധം പെരുകിയ കടവും പലിശയും കുറയ്ക്കുന്നതിനുള്ള ക്രിയാത്മകമായ നടപടികൾ, തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരങ്ങൾ, കാർഷിക മേഖലയെ കൈപിടിച്ചുയർത്താനുള്ള പ്രായോഗിക നടപടികൾ, നെല്ല് സംഭരണത്തിന്റെ പണം യഥാസമയം കൊടുക്കാനുള്ള നീക്കം, റബ്ബർ വിലയിടിവ്, വന്യജീവി ശല്യത്തിനുള്ള ശാശ്വത പരിഹാരം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ ബജറ്റ് കുറിപ്പടികൾ കൊണ്ട് പരിഹരിക്കാനാകാത്ത വിധം രൂക്ഷമായി. കേന്ദ്ര സർക്കാർ പക്ഷപാതരഹിതമായി നമ്മളെ സഹായിക്കില്ല എന്ന് ഏതാണ്ട് ബോധ്യമായ സ്ഥിതിക്ക് കടമെടുപ്പ്, നികുതി വർധന എന്നീ 2 താങ്ങുവടികളിൽ കുത്തി എത്രനാൾ നമുക്ക് മുന്നോട്ട് പോകാനാകും? ദീർഘവീക്ഷണമല്ല, അതിജീവനമാണ് ഈ ബജറ്റിലുള്ളത്. 9 വർഷം മുൻപ് ആദ്യ അവസരത്തിൽ തന്നെ ഈ സർക്കാർ അത്തരമൊരു ബജറ്റ് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയേനെ. അടുത്ത സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണെങ്കിലും അത് ഓർത്തിരുന്നെങ്കിൽ